ബിഗ് ബോസ് വീട്ടിലെ നായകനും നായികയും വില്ലനും ആരാണെന്നറിയാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇന്ന് രാവിലെ വീട്ടുകാർക്ക് നൽകിയിരുന്നത്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ, അതിലെ നായിക, നായകൻ, വില്ലൻ എന്നിവർ ബിഗ് ബോസ് വീട്ടിലുള്ള അംഗങ്ങളിൽ ആരെങ്കിലും ആയിരിക്കണം. ഇത് വെച്ച് ഒരു കഥയുടെ വൺ ലൈൻ ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. മിക്ക ആളുകളുടെയും ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു. ശ്രീരേഖയുടെ കഥയിലെ വില്ലനും നായകനും ജിൻഡോയായിരുന്നു. ഈ നായകന്റെ അമ്മവേഷം യമുനയ്ക്കാണ് ശ്രീരേഖ നൽകിയത്. അൻസിബയ്ക്ക് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും നായകന്മാരാണ്. നായിക ജാൻമണിയും വില്ലൻ സിജോയുമാണ്. യമുനയുടെ കഥയിൽ ഗബ്രിയും ജാസ്മിനുമാണ് നായിക നായകന്മാർ. വില്ലത്തിയായ അപ്സരയും സൂപ്പർ ഹീറോയായി അർജുനുമായിരുന്നു വേഷം. നോറയുടെ കഥയിൽ അൻസിബ നായികയും ഭർത്താവ് ജിൻഡോയുമായിരുന്നു. വില്ലത്തിയായി യമുനയെയാണ് പറഞ്ഞത്. റസ്മിന്റെ കഥയിൽ നായകൻ നോറയും വില്ലൻ സിജോയുമാണ്. ഋഷിയുടെ കഥയിൽ നായകൻ അർജുനും വില്ലൻ ജിൻഡോയും നായികയായ വില്ലത്തിയായി അപ്സരയെയുമാണ് പറഞ്ഞിരുന്നത്. ഒട്ടുമിക്കവരിലും ഗബ്രിയും ജാസ്മിനുമാണ് മുഖ്യ കഥാപാത്രങ്ങളായി വന്നത്. ഇതിൽ ശ്രീതു ഗബ്രി ജാസ്മിൻ കോംബോ പുറത്തുനിന്നും പ്ലാൻ ചെയ്തു വന്നതാണെന്നതും ഇവിടെ വന്ന് ഗെയിം കളിക്കുന്നതായുമെല്ലാം തൻ്റെ കഥയിലൂടെ ഓപ്പണായി പറഞ്ഞിരുന്നു. യമുനയുടെ കഥയിലാണെങ്കിൽ ഹീറോയിൻ ഹീറോയെ തട്ടിക്കളഞ്ഞ് ബിഗ് ബോസ് വീട് സ്വന്തമാക്കും എന്നുള്ള ഒരു സൂചനയാണ് നൽകിയത്. ജാസ്മിൻ്റെ കഥയിലെ വില്ലൻ സിജോയാണ്. ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷമുള്ള തൻ്റെ സ്വന്തം അനുഭവം തന്നെയായിരുന്നു സിനിമാ കഥയായി പറഞ്ഞതും. സത്യത്തിൽ ബുദ്ധിപരമായും ഇൻട്രസ്റ്റിംഗ് ആയുമൊന്നും ഒരു മത്സരാർത്ഥികളും കഥ പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാലും ഏറെക്കുറെ മത്സരാർത്ഥികളുടെ മനസ്സിൽ ഗബ്രി ജാസ്മിൻ ലവ് ട്രാക്ക് തന്നെയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിലും വിഷയമായി എടുത്തത്. മിക്കവരും ഇത് തന്നെ വിഷയമായി എടുത്തപ്പോൾ അത് ജാസ്മിനെ അത്ര പിടിച്ചിട്ടുമില്ല.